അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സമൂസ ലീഫ് റെസിപ്പിയുമായിട്ടാണ്. ഇതിനുവേണ്ടി ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. രണ്ട് ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. നല്ലപോലെ കുഴച്ചെടുക്കാം. നല്ലപോലെ കുഴച്ചായിട്ടുണ്ട്. ഇതുപോലെ ആണോ ഇതാ ഓക്കെ. ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂർ അടച്ചു വെക്കുക. അതിനുശേഷം പരത്തിയെടുക്കുക. നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പരത്തിയെടുക്കാം. മുല മുറിച്ചെടുത്ത് കുറച്ച് വലിയ സൈസിൽ നമുക്ക് റോളായി എടുക്കാം. അതുപോലെ എല്ലാം എടുത്തു ഇതിൽ മുക്കിയെടുക്കുക. ഇതിൻ്റെ അരിവൊക്കെ നല്ല ഇങ്ങനെ ഇതാക്കുക. കുറച്ച് മൈദ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇത് പരത്തിയെടുക്കുക. ഒരേ റൗണ്ടിൽ 3 എണ്ണം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. കുറച്ച് പൊടി ഇങ്ങനെ വിതറി കൊടുക്കാം. മറ്റേ പരത്തി അതിൻ്റെ മേലെ എടുത്ത് വെക്കുക. അതിൽ വീണ്ടും ഓയിൽ നല്ലപോലെ പുരട്ടി കൊടുക്കുക. കുറച്ച് മൈദ ഇതിൻ്റെ മേലെ വീണ്ടും പരട്ടുക. വിതറുക. മൂന്നാമത്തെ ഇതിൻ്റെ മേലെ എടുത്ത് വെക്കുക. അതുപോലെ തന്നെ നല്ല ഒപ്പിച്ചിട്ട് എടുത്ത് വെച്ച് കൊടുക്കണം. പിന്നെ ഓയിൽ വറ്റണ്ട. എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നേർങ്ങനെ പരത്തി കൊടുക്കണം. ചൂടായിട്ടുണ്ട്. ഇളം ചൂടേ പറ്റുള്ളൂ. നന്ന ചൂടായാൽ ചപ്പാത്തിനെ കൂടെ പെട്ടെന്ന് ഇതായിപ്പോൾ 15-20 സെക്കൻഡ് മാത്രമേ ഇടാൻ പാടുള്ളൂ. 15 സെക്കൻഡ് ആയിട്ടുണ്ട്. മറിച്ചിടാം. രണ്ട് ഭാഗം 15 സെക്കൻഡ് ഇത് ആക്കാം. ആയിട്ടുണ്ട്. 2 ഭാഗം നല്ലപോലെ ആയി. ഇതിന് അടുപ്പിൽ നിന്ന് ഓടിൻ്റെ കടയിൽ നിന്ന് മാറ്റി വെക്കും. 4 ഭാഗവും സൈഡ് മുറിച്ച് കളയാം. ഇതിങ്ങനെ മെല്ലെ ഓരോന്നോരോന്നായിട്ട് ഇളക്കിയെടുക്കുക. പെട്ടെന്ന് ഇളകി കിട്ടുന്നുണ്ടോ. ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു സിപ്പ് ലോക്കാണ്. അതിലേക്ക് മറ്റേ സിപ്പ് ലോക്ക് ഇല്ലെങ്കിൽ ഏത് പാക്കറ്റ് ആയാലും സാരമില്ല, ക്ലീൻ ഫിലിം ആയാലും മതി. അതിലൊക്കെ എടുത്ത് വെക്കാം. ഇത് 6 മാസം വരെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം ഫ്രീസറിൽ. അത് ഉപയോഗിക്കുന്നതിനോ ഒരു 5 മിനിറ്റ് പിന്നെ പുറത്തെടുത്ത് വെച്ചാൽ മതി. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. ലൈക്കും ഷെയറും ചെയ്യുക. വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.